കെ ജയപ്രസാദ്, ഇപ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പാർലമെന്റിൽ വരാത്തതെന്നുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ. ഇപ്പോൾ വന്നിരിക്കുന്ന വിമർശനങ്ങൾക്ക് അങ്ങയുടെ മറുപടി എന്താണ്? ഇപ്പോൾ RSS നേതൃത്വത്തെ പോലും ധിക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ RSSലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ പോലും, ഉപദേശങ്ങൾ പോലും കേൾക്കാത്ത വിധത്തിൽ മോദിയും അമിത്ഷായും മറ്റൊരു നേതൃത്വവുമായി മാറി നിൽക്കുകയാണ്. എനിക്ക് സ്മൃതിയോടൊരു അപേക്ഷയുണ്ട്. എനിക്ക് മറ്റു 3 പേര് സംസാരിച്ചപ്പോഴും ഇടപെട്ടില്ല. എനിക്ക് സംസാരിക്കാൻ നേരത്തെയും അവസരം തന്നില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും പറയേണ്ടത് പൂർണ്ണമായി പറയാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദയ കാണിക്കുക. ഇവിടെ നമ്മൾ കേരളത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ വിദ്യാർത്ഥി സമരത്തെ നേരിടുന്ന പോലീസിനെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളൊരു വിരോധാഭാസമുണ്ട്. അതായത് ഒരു വിദ്യാഭ്യാസ വിഷയത്തിലെ സമരം നടത്തിയതിൻ്റെ പേരിൽ 5 യുവാക്കളെ വെടിവെച്ച് വന്നു. കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കരുണാകരൻ അന്ന് AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് 5 യുവാക്കളെ വെടിവെച്ച് കൊന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. 2011 നവംബറിലും കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു നിർമ്മൽ മാധവ് എന്ന ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് സമരത്തിൽ SFIക്കാരുടെ സമരമായിരുന്നു. അന്നും പോലീസ് ഫയറിംഗ് നടന്നു. ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥയുടെ 22 മാസം എങ്ങനെയാണ് സ്വേച്ഛാധിപത്യം എന്ന് പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായിട്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നേരിട്ട് അറിഞ്ഞ ഒരാളാണ്. അന്നാണ് രാജൻ എന്ന കേരളത്തിൽ ഒരു യുവാവ് കോളേജ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. ഈ തരത്തിൽ നമ്മുടെ വിദ്യാർത്ഥി സമരങ്ങളും പോലീസും തമ്മിലുള്ള വിഷയങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം. ഞാൻ ന്യായീകരിക്കുകയില്ല, ഡൽഹിയിൽ നടന്നതിന് ന്യായീകരിക്കുകയില്ല. അതിന് കുറ്റം ചെയ്ത പോലീസുകാരെ ശിക്ഷിക്കുക തന്നെ വേണം. ഇന്നും ജാർഖണ്ഡിൽ പോലീസ് അതിക്രമം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെതായ അന്വേഷണം ഉണ്ടാവണം. പക്ഷേ ഇവിടെ മറ്റൊന്ന് നമ്മളിവിടെ സൂചിപ്പിച്ചല്ലോ, പാർലമെൻ്ററി നേരത്തെ BJP 13 ദിവസം സ്തംഭിച്ചെങ്കിൽ ഇന്ന് 17 ദിവസമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് സ്തംഭിച്ചിരിക്കുകയാണ്. ചോദ്യോത്തര വേള പോലും അനുവദിക്കാതെ നടത്തുന്ന ഒരു ഒരു മുന്നേറ്റം യഥാർത്ഥത്തിൽ നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നതല്ലേ. രണ്ടാമത് BJPക്ക് ആ തരത്തിലുള്ള മേൽക്കോയ്മ ഈ പാർലമെൻറ്റിലില്ല. 240 അംഗങ്ങളാണ് BJPക്കുള്ളത്. അപ്പോൾ മറ്റ് ഘടകകക്ഷികളെല്ലാം കൂടെ ചേർന്നിട്ടാണല്ലോ BJP ഭരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ കഴിഞ്ഞ 12 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ പ്രതിപക്ഷമുള്ള ഒരു പാർലമെൻറ്റാണ്. അപ്പോൾ പാർലമെൻറ്റിൽ ശരിക്കും ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കേണ്ട നിരവധി അവസരങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പ്രതീക്ഷിച്ചത് ഈ പാർലമെൻറ്റിൽ ഏറ്റവും വലിയ സമരം നടക്കേണ്ട, ഏറ്റവും വലിയ പ്രതിഷേധം ഉണ്ടാകുക രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കുമെന്ന് വിചാരിച്ചു. നീറ്റ് പരീക്ഷ സ്വാഭാവികമായിട്ടും വരാം. ഇതൊന്നും തന്നെ പാർലമെൻറ്റിൽ നീറ്റും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, രാമക്ഷേത്രവും ചർച്ച ചെയ്യപ്പെട്ടില്ല. ബംഗിപ്പൂരിൽ കഴിഞ്ഞ ദിവസം BJP അധ്യക്ഷൻ്റെ മണ്ഡലത്തിൽ BJP തോറ്റ വിഷയവും ചർച്ച ചെയ്തിട്ടില്ല. ആ തരത്തിൽ ഭരണകക്ഷിയെ സഹായിക്കുന്നൊരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. സുപ്രധാന ബില്ലുകൾ 2014 ശേഷം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ സുപ്രധാന നിയമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാതെയാണ് പാസ്സാക്കിയത്. അതിൻ്റെ പ്രധാന കാരണം ചർച്ച ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രധാനമന്ത്രിക്ക് പോലും സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം നീണ്ടു പോകുമ്പോഴേ പാർലമെൻറ്റ് നടപടിക്രമങ്ങൾ തർക്കം വരുമ്പോഴേ, അല്ലെങ്കിൽ സുഗമമായി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സ്പീക്കർ സർവകക്ഷി യോഗം നേതാക്കളെ വിളിച്ച് ഒരു ഒത്തുതീർപ്പായിട്ട് എങ്ങനെ പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ചില ശ്രമങ്ങളുണ്ടാകും. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ വന്നതിന് ശേഷം അത്തരം ഒരു സമവായവും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നടത്തുന്നില്ല. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളെ ഞാൻ നിഷേധിക്കുന്നതല്ല. ഇപ്പം സ്വേച്ഛാധിപത്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ നേരിട്ട് കണ്ടതല്ലേ സ്വേച്ഛാധിപത്യം. അപ്പം യഥാർത്ഥത്തിൽ ഈ പാർലമെൻറ്റിനെ നിയമപരമായി നടത്തിക്കൊണ്ടു പോകാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, പ്രതിപക്ഷത്തിനുമുണ്ട്. അതേസമയം പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കാനും പാർലമെൻ്ററി നടപടിക്രമങ്ങളിലൂടെ കഴിയും. ഇപ്പം നമ്മുടെ ചോദ്യോത്തരവേള ജനങ്ങളെ ബാധിക്കുന്ന നീറുന്ന വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയിൽ വരുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലും അതുപോലെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലും വരുന്നത് ചോദ്യോത്തരവേളയാണ്. കഴിഞ്ഞ 17 ദിവസമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിലെ 2 സഭകളിലും ചോദ്യോത്തരവേള നടന്നിട്ടില്ല. സാധാരണഗതിയിൽ നമുക്ക് പൊതുവായ വിഷയങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഈ തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകും. അത് ഞാൻ 10 ദിവസമാകാം, 13 ദിവസമാകാം, ഇത് 17 ദിവസമായിട്ട് 17 ദിവസമാക്കിയത് ആരാണ്? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ഇടപെടുകയാണ്. നീറ്റ് അത്ര വേദനിപ്പിക്കുന്ന വിഷയമല്ല എന്നാണ് അങ്ങ് കാണുന്നത്. അങ്ങീ പറഞ്ഞ അയോധ്യ രാമക്ഷേത്രത്തിലെ കൊള്ളയടക്കം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു അങ്ങ് ഉന്നയിച്ചിട്ടില്ല എന്ന്? ഇത് ഇന്ന് പോലും ഖാർഗെ അത് ഉന്നയിക്കുകയാണ്. ഇനി 3 ദിവസമേ ഉള്ളൂ പാർലമെന്റ് അവസാനിക്കാൻ, 3 ദിവസമേ ഉള്ളൂ. ഇനി എപ്പോൾ മറുപടി നൽകാനാണ്? മറുപടി നൽകാതെ ഈ തീവ്രവാദികൾക്ക് അമിത്ഷായുടെ ശബ്ദം കേട്ടാൽ വിറവരും എന്ന് പറഞ്ഞ് ഉള്ള പ്രയോഗങ്ങളൊക്കെ റിജിജു പാർലമെന്റിനകത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ അത്രയും ധൈര്യശാലിയായ ഈ ആഭ്യന്തരമന്ത്രി എന്താണ് പാർലമെന്റിലേക്ക് വരാത്തത്?
അവസാന ദിവസം മറുപടി പറയാനോ? ഇതെന്താ സിനിമ? നാളെ അമിത്ഷാജി പാർലമെന്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അന്നേരം മറ്റു വിഷയം, ആദ്യം മാപ്പ് ചോദിക്കുന്നു, രണ്ടാമത് രാജിവെക്കുന്നു, പുതിയ പുതിയ ഡിമാൻഡുമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഗോൾ പോസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരു സമീപനമാണല്ലോ ഇപ്പൊ. ആരോഗ്യകരമായ ജനാധിപത്യ വ്യവസ്ഥ ഇല്ല, അത് പ്രസക്തമാണ്. ഞാൻ പ്രസക്തമാണ്. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതാണ്. രണ്ടു കൂട്ടർക്കും ബാധ്യതയുണ്ട്. രണ്ടു കൂട്ടർക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. ഭരണപക്ഷത്തിന്റെ ബാധ്യതയെ കുറിച്ച് ഇതുവരെ പറഞ്ഞു കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, എനിക്ക് ഭരണപക്ഷത്തെ ന്യായീകരിക്കേണ്ട ബാധ്യതയില്ല. ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഭരണപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ആൾ തന്നെയാണ്. ഭരണപക്ഷത്തിന്റെ വീഴ്ചകളെ ഉയർത്തി കാണിക്കേണ്ട റോള് പ്രതിപക്ഷത്തിനാണ്. അത് പാർലമെന്റാണ് ഏറ്റവും വലിയ വേദി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ പാർലമെന്ററി നടപടിക്രമങ്ങളെ ഏകപക്ഷീയമായ പ്രസ്താവനകളും ആരോപണങ്ങൾക്കും അപ്പുറം ശ്രീ രാഹുൽ ഗാന്ധി പോലും ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയല്ല പലപ്പോഴും ചെയ്യുക. ഏകപക്ഷീയമായിട്ട് വളരെ നീണ്ട പ്രസംഗങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. പലപ്പോഴും നമുക്കറിയാമല്ലോ, രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഏതെങ്കിലും ഒരു ആരോപണത്തിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടോ? അത് പെഗാസസ് ആയിക്കോട്ടെ, നിരവധി വിഷയങ്ങളായിക്കോട്ടെ, റാഫേൽ ആയിക്കോട്ടെ, മറ്റു പല വിഷയങ്ങൾ. അത് കഴിഞ്ഞിട്ട് SIR വന്നു, ഈ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ വന്നു. ഒന്നിൽ നിന്ന് ചാടി മറ്റൊന്നിലേക്ക് പോയി നിരന്തരം ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടായി. ഇപ്പൊ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളും ഈ പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട്. ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് വിദേശത്തേക്ക് പോകുന്ന ദിവസങ്ങൾ എണ്ണിയെടുക്കുന്നവർ പാർലമെന്റിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വരുന്ന ദിവസങ്ങൾ കൂടി എണ്ണി പറയേണ്ടതുണ്ട്. അല്ല, വോട്ട് കൊള്ളയുടെ ഒരു റിസൾട്ടാണല്ലോ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി 102 സീറ്റോടെ ജയിക്കുമ്പോഴൊക്കെ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? അല്ല, BJPയിലെ 3 അംഗങ്ങൾ സഭയിൽ എത്തിയത് എങ്ങനെയാണെന്നാണ് അങ്ങ് പറയുന്നത്? അല്ല, വോട്ട് കൊള്ളയെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് വരുന്നോണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്കെതിരായ ചർച്ചകൾക്കും വാദങ്ങൾക്കും കൂടുതൽ പ്രസക്തിയുണ്ട്. അത് യാതൊരു സംശയമില്ല. കാരണം കേരളത്തിൽ BJPയുടെ വോട്ട് ഷെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്. അതിന് ഞാൻ കുറ്റം പറയുന്ന ഒരാളല്ല. കാരണം BJPയെ വിമർശിക്കാത്ത ഒരു കേരളമാണ് നിങ്ങളുടെ സ്വപ്നം. പക്ഷേ പല മാധ്യമങ്ങളെയും അങ്ങനെ വിലക്കെടുക്കുമ്പോഴും ഇവിടെ നടന്നിട്ടില്ല ഇതുവരെ എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണല്ലോ, അല്ലേ? അല്ല, അതങ്ങനെ ഞാൻ കരുതുന്നില്ല. അത് കേരളത്തിലെ പ്രത്യേക ഡെമോഗ്രഫിയാണ് കേരള രാഷ്ട്രീയത്തിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ റിസൾട്ട് മാധ്യമങ്ങൾക്കും ഉണ്ടാവും. അല്ല, അതെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.